പാടുള്ള അവസാന സമയത്തുള്ള നന്മയാണ് എന്നത് അവസ്ഥ. അവിടെ നന്മയായിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ. പടച്ചവനെ, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണം, എല്ലാ കാര്യങ്ങളിലും അന്ത്യം നന്നാക്കി തരണം. അത് നന്നായി തീരുക എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെയോ പറഞ്ഞെന്താ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളും. വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ, ഭൗതിക ജീവിതത്തിൻ്റെ ജീവിത പ്രയാണത്തിൽ ഹീനനായി വഷളായി നശിക്കുന്നതിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണേ പടച്ചവനെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയിലെ അവസാനം നന്നായി തീരുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നന്നായി തീർന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹം എന്തുമാത്രം ത്യാഗം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് തൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നൽകി മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പറയാൻ നേരല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ബാങ്കി മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ അവസ്ഥ കണ്ടപ്പോൾ ഒരു പെണ്ണ് ഭയങ്കരമായി ബിലാൽ, പടച്ചോനെ, ബിലാലിൻ്റെ സ്ഥിതി കണ്ടിട്ട് പ്രയാസം തോന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹു അത് കേട്ടപാട് ആ പെണ്ണിനെ വിളിക്കുന്നു. മരണം ആസന്നമായ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ വിളിച്ചു. അവൾ വന്ന സമയത്ത്, ലാ തഖൂലി കദാലികി, പെണ്ണെ അങ്ങനെ പറയല്ലേ, വാ ഹസ്രത്ത എന്ന് പറയല്ലേ, ബൽ ഖൂലി, ഇങ്ങനെ പറ, വാ ഫർഹത്ത, എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാക്ക്, ബിലാലുൻ ഓദൻ യൽഖൽ ഹിബ്ബത മുഹമ്മദൻ വസഹിബഹു, ബിലാൽ നാൾ പിറ്റേന്ന് തൻ്റെ മരണശേഷം താൻ കാണാൻ പോകുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിനെയും തൻ്റെ കൂട്ടുകാരനെയുമല്ലേ. നോക്കിക്കളി, എന്തൊരു മരണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ശാന്തത കൈവരിച്ച് അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച ശാന്തമായ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് തൃപ്തിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് തിരിച്ചു വരിക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സത്യവിശ്വാസികളായ ദാസന്മാരുടെ ഗണത്തിലും കൂട്ടിലും പ്രവേശിക്കുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന രൂപത്തിലുള്ള മരണം. ഈ മരണം അനുഭവിക്കാൻ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ വിശുദ്ധി പാലിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. തീർച്ചയായും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ പ്രവർത്തനം. നമ്മൾക്കിങ്ങനെ പറയും, മുജാഹിദായതിനു ശേഷം ഞാൻ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമാണ്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഒരു വിദേഹത്തിനോട് വന്നു പോകാറില്ല, അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ധർമ്മം ചെയ്യുന്നതൊക്കെ ശരി. പടച്ചോനെ, ഇതൊക്കെ നിൻ്റെ അടുക്കൽ ഞാൻ ചെയ്തത് സ്വീകാര്യമാണോ പടച്ചോനെ എന്നുള്ളതിനെ പറ്റി നമുക്ക് എന്ത് വിവരമുണ്ട്? നിങ്ങൾ ആലോചിച്ചു. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കും. ദുന്യാവിന് നമ്മൾ ഒരു ചരക്ക് സമർപ്പിച്ചു, ഒരു വലിയ കമ്പനീൻ്റെ മുന്നിൽ പ്രത്യേക ഒരു ഓർഡർ വാങ്ങി ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ സാധനം നമ്മൾ കയറ്റി കൊണ്ടുപോവുക. അതിലെന്തെങ്കിലും ഒരു പോറലേറ്റാൽ നമ്മുടെ കച്ചവടം പൊളിഞ്ഞു, എന്ത് പേടിയാ നമുക്ക് ഇല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് സലഫുകളിൽ. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരാൾക്ക് ഒരു മുന്തിയ പുതപ്പ് കാഴ്ചവെച്ചു. അതിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അത് റെഡിയാക്കി തുന്നി, ഒരു കാരണവശാലും ഇത് തള്ളപ്പെടൂല എന്ന് ബോധ്യമുള്ള രൂപത്തിൽ അദ്ദേഹം അത് വിൽപ്പന നടത്തുന്ന ഉയർന്ന അല്ലെങ്കിൽ രാജാവിൻ്റെ അടുക്ക് കൊണ്ടുപോയി സമർപ്പിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് കുറേ കാരണങ്ങൾ എണ്ണീറ്റ് പോരായ്മകൾ ഇങ്ങനെ പറഞ്ഞു. അതവിടെ പോരായിക, ഇവിടെ പൊന്നെ, അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആകെ പരിഭ്രാന്തനായിട്ട് അയാൾ വല്ലാതെ കരഞ്ഞു. അപ്പോൾ ചരക്ക് എടുക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള തൻ്റെ കച്ചവടം പൊളിയും എന്ന കാര്യത്തിലുള്ള ബേജാറുകൊണ്ട് കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അതല്ല.
പഠിച്ചോനെ ഞാൻ ഇങ്ങനൊക്കെ പണിയെടുത്തുണ്ടാക്കിയ ഈ ചരക്ക് ഈ മനുഷ്യൻ്റെ അടുക്ക പോലും ചിലവാകുന്നില്ലെങ്കിൽ ഞാൻ എത്ര കാലം പഠിച്ചോനെ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തിട്ടുള്ള ഇബാദത്തുകളും കർമ്മങ്ങളും ഒക്കെ സത്യത്തിൽ എൻ്റെ നമസ്കാരം മഖബൂലാണോ പഠിച്ചോനെ? എൻ്റെ ധർമ്മം സ്വീകാര്യമാണോ? എൻ്റെ സൽക്കർമ്മങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ? എന്തായിരിക്കും പഠിച്ചോനെ എൻ്റെ സ്ഥിതി എന്ന കാര്യത്തിൽ ബേജാറാണ്. സത്യവിശ്വാസികളെ പറ്റി സൂറത്തുൽ മൂമിനയിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഈ കാര്യം വിശദീകരിച്ചു. വജിലത്ത് ഖുലൂബുഹും എന്ന ഖുർആൻ അവിടെ പറഞ്ഞു, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടിലം കൊള്ളും. വല്ലദീന മാതൗ ഖുലൂബുഹും വജില, അല്ലാഹു തആല നൽകിയത് കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ വഖുലൂബുഹും വജിലത്തും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തല്ലോ. പടച്ചോൻ്റെ അടുക്കൽ എൻ്റെ ഖുതുബ, എൻ്റെ നമസ്കാരം, എൻ്റെ ദാനധർമ്മങ്ങൾ, എൻ്റെ ഇത്രയും കാലമായുള്ള പ്രവർത്തനങ്ങൾ നഷ്ടത്തിലാവുമോ പടച്ചോനെ എന്ന് പേടിയിൽ കരഞ്ഞു ബേജാറാവും അവർക്ക്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, അഹും യസ്നൂന വലാ യതസദ്ദഖൂൻ, ഇവരൊക്കെ വ്യഭിചരിക്കലുന്നവരും കള്ളുകുടിക്കുന്നവരും തോന്നിയാസികളും ആയിരുന്നോ? എന്തിനാ അവർ പേടിക്കുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ലാ യബ്നത സിദ്ദീഖ്, അല്ല സിദ്ദീഖിൻ്റെ മോളെ അല്ല, അവരൊക്കെ അങ്ങേയറ്റത്തെ പുണ്യം ചെയ്യുന്നവരായിരുന്നു. എന്നിട്ട് പോലും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണമല്ലോ, അള്ളാഹു തആല ഇത് സ്വീകരിക്കുമോ എന്ന ഭയമായിരുന്നു അവർക്ക്. നമ്മെപ്പറ്റി ആലോചിക്കേണ്ട ഏറെ ഗുരുതരമായ പ്രയാസകരമായ കാര്യമാണ്. അതിനുവേണ്ടി നാം നമ്മെ സന്നദ്ധമാക്കണം, സജ്ജമാക്കണം. എങ്ങനെയാണ് സജ്ജമാക്കുക? ഒരു തിന്മ ചെയ്യാൻ അവസരം ഉണ്ടാവും, തിന്മയാണ് നമുക്കറിയാം, അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്കറിയാം. ഒരു ചെറിയ ഉദാഹരണം നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റി ഒരായത്ത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിലുള്ള ഇന്നത്തെ വിശ്വാസപരമായ തകർച്ചയുടെ ഒരു ഉദാഹരണം കാണാം. അതെന്താ അറിയോ? അദ്ദേഹം വളർന്നത് ഒരു രാജകുമാരിയെ പോലുള്ള ഒരു പെണ്ണിൻ്റെ സംരക്ഷണയിലാണ്. അങ്ങനത്തെ ഒരു വീട്ടിലാണ് അദ്ദേഹത്തെ വളർത്തിയത്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നപ്പം ആ വീട്ടുകാരി അദ്ദേഹത്തിന് അനുരക്തയായി. ഖുർആൻ ആ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു. അനുരക്തയായപ്പോൾ അവൾ ഒരു ദിവസം വാതിലടക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ പുൽകാനുള്ളൊരു ശ്രമം നടത്തി. വറാബദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. താൻ ഏതൊരു വീട്ടിൽ വളർന്നോ ആ വീട്ടുകാരി അദ്ദേഹത്തിൽ അനുരക്തയായി. അവൾ വാതിൽ കൊട്ടിയടച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് വാ എന്ന് പറഞ്ഞ നേരം അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞു? പടച്ചവനെ, എൻ്റെ റബ്ബ്, അതായത് എന്നെ പോറ്റി മനുഷ്യനെ വഞ്ചിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ അക്രമം ചെയ്യാണല്ലോ. അങ്ങനത്തെ ഒരു തെറ്റിന് അദ്ദേഹം മുഴുകാൻ കൂട്ടാക്കിയില്ല. ഈ തെറ്റ് ചെയ്യാൻ പോകുന്ന സ്ത്രീ അവിടെ പ്രവർത്തിച്ച ഒരു കാര്യം ചരിത്രം രേഖപ്പെടുത്തി. അവിടെ ഉയർത്തി വെച്ചൊരു മേശം, ആ മേശപ്പുറത്ത് അവൾ സാധാരണ ആരാധിക്കുന്ന ഒരു ബിംബം അവൾ പുതപ്പെടുത്തിട്ട് ആ ബിംബത്തിന് മുകളിൽ ഇങ്ങനെ വെച്ചു. എന്തിനാ? ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഈ ദുർവൃത്തി ഞാൻ ആരാധിക്കുന്ന റബ്ബ് എൻ്റെ പടച്ചോൻ കാണാൻ. ഓളെ റബ്ബേതാ? ഈ ബിംബ. യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിക്കാണ്, അതസ്തഹീന മിൻ മുറാഖബത്തിൽ ജമാദി വലാ അസ്തഹീ മിൻ മുറാഖബത്തി മലിക്കിൽ ജബ്ബാർ. എല്ലാ പെണ്ണേ, എന്താണ് നീ ചെയ്തത്? ഈ നിർജീവ വസ്തു, ജീവനില്ലാത്ത വസ്തു കാണുമെന്ന് വിചാരിച്ച് നീ ലജ്ജിക്കുന്നു അല്ലേ? പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കാണുന്നതില്ല, എനിക്ക് ലജ്ജിക്കേണ്ടതില്ല അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് നമ്മുടെ ഇടയിൽ ഇന്ന് തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. അവർ അള്ളാഹുവിനെ മറന്നു കളയുകയും മറ്റുള്ളവരെ ഭയപ്പെടുകയും ചെയ്യുന്നു. കണ്ണ് നടത്തുന്ന കട്ടുനോട്ടം അറിയുന്നവനാണ് അള്ളാഹു. ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം അറിയുന്നവനുമാണ്. അങ്ങനെയുള്ള അള്ളാഹിനെയാണ് മനുഷ്യൻ മറന്നിട്ട് ഈ ജാതിയെ ഭയപ്പെടുന്നിടത്താണ് മനുഷ്യനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദുന്യാവിലെ ജീവിത പ്രയാണത്തിനിടയിൽ തെറ്റുകൾ ചെയ്യാൻ അവസരങ്ങൾ പാടുണ്ടാവും. ഈ അവസരങ്ങൾ പടച്ചോനെ പേടിച്ചിട്ടും പരലോകത്തെ പ്രതിഫലത്തെ ആഗ്രഹിച്ചിട്ടും നരകത്തെ ഭയപ്പെട്ടിട്ടും നാം പിടിച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും.